നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രശ്നം നോക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ പ്രശ്നം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്കൊരു പ്രശ്നമുണ്ട്, ഒരു വിഷയമുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രശ്നപരിഹാരം നടത്തേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രശ്നപരിഹാരം നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ? അതായത് ഈ പ്രശ്നപരിഹാര പ്രസക്തി എന്ന് പറയുന്നത് തന്നെ, ഇപ്പോൾ നമ്മളൊരു രോഗം വന്നിട്ട് ഡോക്ടറെ കണ്ടു, ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, സ്കാൻ ചെയ്തു, രോഗം സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ ഡോക്ടർ രോഗിയോട് പറയുകയാണ് ഇന്ന മാതിരിയാണ് സംഭവം, ഓപ്പറേഷൻ ചെയ്യണം, ഇത് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് ഈ പ്രശ്നം കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കുന്നത്. അപ്പോൾ പലർക്കും വരുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോഗ്രാമെല്ലാം കണ്ട് ത്രില്ലടിച്ചിട്ട് പലരും നോക്കാനൊക്കെ വന്നു കഴിഞ്ഞ് ഇവരിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇത് തീർക്കണമെന്ന് പറയുമ്പോൾ ഉടനെ ചിലർ വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ പറയുന്നത്, ഒരു പാർട്ടി വന്നു, ഈ പെൺകുട്ടിക്ക് 32 വയസ്സും ആൺകുട്ടിക്ക് 40 വയസ്സുണ്ട്, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കല്യാണമായിട്ടില്ല, കല്യാണ തടസ്സമാണ്, അത് നോക്കാൻ വന്നു, അതിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ മാറ്റണം. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇതൊന്നും മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവിടെ ക്ഷേത്രങ്ങളിൽ തടുക്കൽ പൂജ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. തടുക്കൽ എന്ന് പറഞ്ഞാൽ ബാധയെ തടുക്കുക. അതായത് നമുക്ക് ഈ ബാധയൊന്നും രോഗം തടുക്കുക, അതേപോലെ ബാധ തടുക്കണ ഒരു പൂജയുണ്ട്. ഇത് ഇവർ വർഷം ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഈ സംഭവം ബാധയൊന്നും വരില്ല എന്നാണ് അവിടുത്തെ ജ്യോത്സ്യന്മാരുടെ കണ്ടത്തിലും അവിടുത്തെ പൂജാരിമാരുടെ കണ്ടത്തിലും ഇവരുടെ വിശ്വാസവും. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ദേവപ്രശ്നം വെച്ച് ദേവന് ബാധഭൂതേനെ ഒഴിവാക്കുന്ന ഒരു സംഭവമാണ് നവീകരണ കലശവും ശുദ്ധി കലശമൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് 32 വയസ്സായിട്ട് വിവാഹം കഴിഞ്ഞില്ല, 40 വയസ്സായിട്ട് ആങ്ങളേക്കും കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ സാമാന്യ രീതിക്ക് ചിന്തിക്കാമല്ലോ, ഈ തടുക്കൽ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. തടുത്തിട്ടൊന്നും നമ്മുടെ കല്യാണം കഴിഞ്ഞില്ല. 32 വയസ്സായിട്ട് ഒരു പെൺകുട്ടി കല്യാണമാണ് തടുത്തത്. അപ്പോൾ 32 വയസ്സായിട്ട് കല്യാണിച്ചില്ലെങ്കിൽ 35 വയസ്സിന് മേലെ കല്യാണത്തിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിക്ക് സന്താന ഭാഗ്യത്തിന് താമസം നേരിടും. പിന്നെ ചികിത്സയും കാര്യമായിട്ട് പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ ഈ ബോധത്തോടു കൂടിയാണോ ബോധമില്ലാതെയാണോ ഈ സമൂഹം ജീവിക്കണമെന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് നമുക്ക് നെഗറ്റീവ്സ് ഉണ്ട്, കണ്ടെത്തി അത് മാറ്റാൻ പറയുമ്പോൾ ഞങ്ങൾ തടുക്കൽ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തോന്നുന്നത്, അവർ കരുതുന്നത് നമുക്കെന്തോ തന്നിട്ട് അതുകൊണ്ടുള്ളൊരു ധനലാഭമാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഇവരുടെ ധനലാഭം ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, പ്രോഗ്രാം കടന്നു പോകുമ്പോൾ ഒത്തിരി പേര് ത്രില്ലടിച്ച് നോക്കാനൊക്കെ വരും, പൂജ ബുക്ക് ചെയ്യും. ഇത് ബുക്ക് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 8 മാസം 10 മാസം ലോങ്ങിലാണ് ബുക്കിംഗ്. നമുക്കൊരിക്കലും ഈ വരണ ആളുടെ ഒന്നും എന്നെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമുക്കൊരു ലിമിറ്റേ പറ്റുള്ളൂ, നമ്മൾ മനുഷ്യനാണ്, ഇത്ര ഒരു ടൈമിങ്ങിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലിമിറ്റ് വെച്ചിട്ട് ഒരു 10 മാസം വരെയൊക്കെ ബുക്കിംഗ് പോകും. ഈ 10 മാസം ബുക്കിംഗ് നിൽക്കുന്ന ഒരാളെ 10 മാസം കഴിഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്. ചിലർ വേറെ ചെയ്തു എന്ന് പറയും, ചിലർ പറയും അവർക്ക് താല്പര്യമില്ല, ഇപ്പോൾ തോന്നണില്ല. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ലോങ്ങിൽ ഇങ്ങനെ പോയിട്ട് എന്താ ഗുണമുള്ളത്? അതായത് ശബരിമലയിൽ 2021 വരെ പടിപൂജ ബുക്ക് ചെയ്തിട്ടുണ്ട്, 2033 വരെ പടിപൂജ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ 2060 വരെ ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ നടക്കും. അതിൻ്റെ കാരണം എന്താ? വിശ്വാസമല്ല, അത് നടക്കും. അത് ബുക്ക് ചെയ്യണമെങ്കിൽ ഫുൾ എമൗണ്ട് അടച്ചാൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വിശ്വാസം കൊണ്ടല്ല. അപ്പോൾ 2060 ആയാലും 2033 ആയാലും ഈ സംഭവം അവിടെ നടക്കും. കാരണം ദേവസ്വം ബോർഡ് വളരെ വിദഗ്ധമായിട്ട് ഈ ആക്രാന്തം കയറി വരുന്ന ഭക്തൻ്റെ ഇന്ന് അപ്പോൾ തന്നെ പൈസ വാങ്ങിച്ചെടുക്കും. കാരണം ദേവസ്വം ബോർഡിനും അറിയാം ഇത് പിൽക്കാലത്തേക്കാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് തോന്നില്ല. കാരണം അപ്പോഴേക്കും വയസ്സൊക്കെ കടന്നു പോകും, കാലഗതി ഒരുപാട് തിരിയും, മനുഷ്യൻ്റെ മനസ്സ് മൈൻഡെല്ലാം മാറിപ്പോവും. അപ്പോൾ പിന്നെ നമുക്ക് ഈ 10 മാസം എന്നുള്ളത് നമ്മൾ വെറുതെ വെറും ബുക്കിങ്ങിൽ എന്ത് കാര്യം ഉണ്ടാവും? ഒരു കാര്യമില്ല. കാരണം നമ്മുടെ സമൂഹമാണ്, നമ്മുടെ സമൂഹം കൊടുക്കുന്ന ഒരു അറിവെന്ന് പറഞ്ഞാൽ എല്ലാം പറ്റിക്കൽ ഈ വലിയ മിടുക്കന്മാരെന്ന് പറഞ്ഞ പരസ്യം കാണിക്കുന്നവരൊക്കെ പറ്റിക്കുകയാണ്. അപ്പോൾ പിന്നെ ചെറിയ മിടുക്കെന്ന് പറയുന്നത് പറ്റിക്കുക തന്നെ ആയിരിക്കുള്ളൂ എന്നുള്ളൊരു ധാരണയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയും, നിങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തൊക്കെ ഇത്രയും ടൈം എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ 2060 ചെയ്യും, 33 ചെയ്യും. അപ്പോൾ ഇത് വിശ്വാസം ഇല്ലായ്മയുടെ പ്രശ്നമല്ല, മനുഷ്യനായതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം കാലം കഴിയുമ്പോൾ ഇത് വേണ്ടാന്നൊരു തോന്നൽ വരും. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ പറ്റുന്നൊരു നമുക്കൊരു സാമാന്യ യുക്തിക്ക് ഒരു അറിവ് തരാം. ഇപ്പോൾ നമുക്ക് മൂത്രത്തിക്കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് സാധാരണ എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ്. അപ്പോൾ ഈ അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ അലോപ്പതിക്കാർ പറയുന്നത്, അതായത് അലോപ്പതി എന്ന് ഇംഗ്ലീഷ്
മെഡിസിൻസൊക്കെ പറയുന്നത് അവരിത് ചികിത്സിച്ച് ഓപ്പറേഷൻ ചെയ്ത് പിന്നെ കല്ല് വലുതാണെങ്കിൽ പൊടിച്ച് തുളച്ചൊക്കെ എടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇൻഷുർ എടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം. ഏതാണ്ട് കല്ലൊക്കെ എടുക്കുന്നതിന് 1,35,000 രൂപ വരെ 1.5 ലക്ഷമൊക്കെ ചാർജ് ചെയ്യുന്ന ആശുപത്രികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനം ആശുപത്രിയിലായതുകൊണ്ട് യന്ത്രം വെച്ച് ചെയ്യുന്നതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ ചെയ്യുന്നൊരു കർമ്മമാണ്. എല്ലാവരും പോയി ചെയ്യും. പഠിപ്പുള്ളവനും ചെയ്യും, പഠിപ്പില്ലാത്തവനും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു വിചിത്രത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് തോണിച്ചാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അവിടെ ഒരു കാട്ടുവാസികൾ ഈ കല്ല് ചികിത്സ നടത്തുന്നുണ്ട്. അതായത് മൂത്രത്തിൽ കല്ല് ഈ കിഡ്നി സ്റ്റോൺ എടുക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ 3 പ്രാവശ്യം നമ്മളുടെ ഏത് ഭാഗത്താണ് കല്ലിൻ്റെ വേദന ഉള്ളത് 3 പ്രാവശ്യം ഇങ്ങനെ വരച്ചിട്ട് ഒരു കുത്ത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി കല്ലെടുത്ത് ആളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കും. വെറും 500 രൂപ അല്ലെങ്കിൽ 400 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സെക്കൻഡ് 1 മിനിറ്റിനുള്ളിൽ അവർ കല്ല് കയ്യിലങ്ങ് കൊടുക്കും. 400 രൂപ മാത്രം മുടക്കും. അപ്പോൾ ഈ സംഭവം ഈ യുക്തിവാദികൾക്കും വേണമെങ്കിൽ പോയി പരിശോധിക്കാം. എത്ര ശാസ്ത്രത്തിന് മാത്രം പിന്തുണയ്ക്കുന്നവർക്കും പരിശോധിക്കാം. കാരണം ഞാനിത് പറഞ്ഞ് വെറുതെ ഒന്നുമല്ല. എൻ്റെ കൂടെയുള്ള ആചാര്യന് കിഡ്നി സ്റ്റോൺ വന്നിട്ട് 3 വർഷമായി. അദ്ദേഹം ആശുപത്രി കണ്ടു. അപ്പോൾ കല്ലിന് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്ത് തന്നെ കളയണം. ഞങ്ങളുടെ കയ്യിൽ മരുന്നൊക്കെ ഉണ്ട് ഇത് ചെറുതാക്കുന്നതിന്. പക്ഷേ ചെറുതാക്കിയാലും പോവാത്ത രീതിയിൽ, അതായത് വലിപ്പം കൂടുതലാണ്. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് ചെറുതാക്കിയാലും ഇത് മൂത്രനാളത്തിൽ അടിച്ചു പോകാൻ പറ്റാത്തൊരു അളവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് വയനാടുള്ള ഒരാൾ വന്നപ്പോൾ പറഞ്ഞു ആൾ അവിടെ ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം ഉണ്ട്, അവിടെ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ വേണ്ടി അവിടെ മുമ്പ് പോയിരുന്ന ഒരു ഗവൺമെൻറ് ഡോക്ടർ അദ്ദേഹം പോയി കല്ല് അവിടെ എടുത്തതാണ്. അപ്പോൾ അതിന് ആധികാരികത തോന്നും. അപ്പോൾ നമ്മളുടെ ആചാര്യൻ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം, സാറ് വന്നവരെയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അത്രയും നേരം വെയിറ്റ് ചെയ്യും. പിന്നെന്താ സാറ് പോയാൽ അപ്പോൾ തന്നെ പോരാന്ന് പറഞ്ഞു. ആളവിടെ ചെന്ന് 1 മിനിറ്റിനുള്ളിൽ ഇവർ കല്ലെടുത്ത് കൈ കൊടുത്തു. കല്ല് കയ്യിലങ്ങ് കൊടുത്തിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഉടനെ സ്കാൻ ചെയ്യരുത്, നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാം, കല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഒരു കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ് വന്ന പാർട്ടിക്കും പറഞ്ഞു വിട്ടു. അവരും പോയി അവിടെ കല്ലെടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്തു, കല്ലില്ല. അപ്പോൾ എല്ലാം തട്ടിപ്പാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അതായത് നമ്മൾ മനസ്സിലാക്കുക ലോകത്തിൻ്റെ പല കോണുകളിലും പല രീതിയിലുള്ള സിദ്ധികളും കഴിവുകളുമുള്ള ഒത്തിരി മനുഷ്യരെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം യന്ത്രങ്ങൾ വയ്ക്കുന്നത് മാത്രം സത്യമാണ്, മറ്റതെല്ലാം തട്ടിപ്പാണെന്ന് വിചാരിക്കേണ്ട. ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കെല്ലാം വയനാട് തോണിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓട്ടോക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഓട്ടോക്കാർ ഓടുന്നത് എല്ലാം അവിടേക്ക് വേണ്ടി തന്നെയാണ്. ഈ സ്ത്രീയുടെ അടുത്ത് 7 മണി മുതൽ 9 മണി വരെയാണ് ടൈമിങ്. ആദിവാസി സ്ത്രീയാണ്. അവരുടെ 3 തലമുറയാണ് ഈ കൈകാര്യം ചെയ്യുന്നത്. 3 തലമുറയിലുള്ളവർ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രായമുള്ള സ്ത്രീയാണ് ചെയ്യുന്നത്. അപ്പോൾ തോണിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഏത് ഓട്ടോക്കാരനോട് ചോദിച്ചാലും ഇവർ വീട്ടിലെത്തിക്കും. എത്തിച്ചു കഴിഞ്ഞാൽ 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനുള്ളിലാണെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ ഇവർ കല്ലെടുത്ത് വീട്ടിലേക്ക് പോരാം. വെറും 400 രൂപ എന്നാണ് എൻ്റെ അറിവ്. 400-500 രൂപ മാത്രമേ മുടക്കുള്ളൂ. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി ചെയ്തിട്ട് വരാം. ഈ കല്ലിൻ്റെ സ്ഥലം ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ ആരും വിളിക്കാൻ വേണ്ട. ഞാൻ അതുകൊണ്ടാണ് എടുത്തെടുത്ത് വയനാട് തോണിച്ചാൽ എന്ന് എടുത്ത് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രാം മരുന്നും കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതൊരു തലവേദനയായിട്ട് മാറുകയാണ്. ഈ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോൺ വരുന്നത് ഈ മരുന്നിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ലോകത്തിൻ്റെ പല കോണുകളിലും അതിശയങ്ങളും അതിശയിപ്പിക്കുന്ന ആളുകളുമുണ്ട്. ഇവരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ക്യാൻസർ മാറ്റുന്ന ആളുണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ. പിന്നെ മറ്റേ സ്ട്രോക്ക്, ഇപ്പോൾ പലർക്കും സ്ട്രോക്കൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ചികിത്സയും കാര്യമൊക്കെ വരുന്ന ഒരു സമ്പ്രദായമാണ്. ഈ സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് മാറ്റുന്ന ആൾ നമ്മുടെ കൈവശമുണ്ട്. അതേപോലെ മാറാരോഗങ്ങൾ ഏത് വന്നാലും മാറ്റുന്ന ആളുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പറയാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവരുടെ നമ്പറും ചോദിച്ചിട്ട് ബഹളമാണ്. ഈ സംഭവങ്ങൾ അത് വേണം ഇത് വേണം. ഇതേപോലെ തന്നെ നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു നിങ്ങൾക്ക് ഈ എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ് ചിറ്റിക്കുന്ന ഒരു രോഗം ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിനുള്ള ആൾ നമ്മുടെ കയ്യിലുണ്ട്. കാരണം അത് നീര് വരുന്നതാണ്. ഈ നീര് തിരുമ്മി മാറ്റുന്ന ഒരു ആചാര്യം നമ്മുടെ കയ്യിലുണ്ട്, ഒരു ഗുരുക്കളുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ പല അസുഖങ്ങളും അസുഖമല്ലാതെ ചുറ്റി ഈ കഴുത്തിലൊക്കെ കോളറൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ ഈ പ്രോഗ്രാം കടന്നു പോയപ്പോൾ ഈ നീര് തിരുമ്മി മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു 17 വർഷമായി അവർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് എല്ല് തേയ്മാനം എന്നുള്ള വ്യാധി പിടിച്ചിട്ട്. അപ്പോൾ ശരിക്കും ചിന്തിക്കുക, എല്ല് തേയ്മാനം എന്ന് പറയുന്ന ഒരു രോഗമുണ്ടോ? എല്ല് തേയുന്ന ഒരു മനുഷ്യന് നടക്കാൻ പറ്റുമോ? അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഇവിടെ യുക്തിവാദിക്ക് യുക്തി പ്രയോഗിക്കാം. കാരണം നമ്മുടെ കൈക്ക് വിരലിനൊരു ചെറിയ പൊട്ടൽ വന്നാൽ പോലും നമുക്ക് ആ വേദന സഹിക്കാൻ സാധിക്കില്ല. അതുകൂടാതെ അവിടെ നീര് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ല് തേയ്മാനം എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഈ വേദന എന്ന് പറയുന്നത് ഇവർ പറയുന്ന നീര് കയറിയിട്ടുള്ളൊരു വേദനയല്ല, അല്ലാത്തൊരു പരാക്രമം, മരണവേദന തന്നെയായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ ജീവിതം നമുക്ക് തന്നെയാണ്, അത് നമുക്ക് നേടണം എന്ന് ഉത്തമ ബോധ്യമുള്ള ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം. പ്രശ്നവും പ്രശ്നപരിഹാരവും സമ്പൂർണ്ണ പരിഹാരം തന്നെ ചെയ്തു കൊടുക്കും. നമുക്കിവിടെ ആരും ചീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ പൂർണ്ണ ബോധത്തോടുകൂടി വരുന്ന ആർക്കും നമ്മളുടെ ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെടുന്നതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പ്രണവത്തിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.